നമുക്കിനി ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ₹4000 അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4000 നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സോൾഡ് ഗുഡ്സ് ₹4000 എന്ന് മാത്രം പറയുകയാണെങ്കിൽ ക്യാഷ് സെയിലാണെന്ന് മനസ്സിലാക്കുക. ക്യാഷ് സെയിലാണ്. പ്രത്യേകിച്ച് ചെക്കോ അല്ലെങ്കിൽ പാർട്ടി നെയിമോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് സെയിലായിട്ട് പരിഗണിക്കാം. അപ്പോൾ ക്യാഷ് സെയിൽ ചെയ്യുമ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റൂള് പറയുന്നത് ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ് എന്നാണ്. അതുകൊണ്ട് ബൈ ക്യാഷ് അക്കൗണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം. അതേസമയം ഇൻകമാണ്. സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ്. അത് എത്ര രൂപയുടെ സെയിലാണെങ്കിലും ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സെയിലിനെ ക്രെഡിറ്റ് ചെയ്യുക. സെയിൽ ഈസ് ഓൾവേസ് ക്രെഡിറ്റ് എന്നാണ് പറയാം. കാരണം സെയിൽ എപ്പോഴും ക്രെഡിറ്റിലേ വരുള്ളൂ. കാരണം സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുകയാണ്. അപ്പോൾ ക്യാഷ് സെയിലിൻ്റെ എൻട്രി ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. അതേസമയം ക്രെഡിറ്റ് സെയിലാണെങ്കിൽ, കടത്തിനുള്ള സെയിലാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ സോൾഡ് ഗുഡ്സ് ടു അമൽ, സോൾഡ് ഗുഡ്സ് ടു അരുൺ, സോൾഡ് ഗുഡ്സ് ടു ഫാസിൽ എന്നൊക്കെ പറഞ്ഞ പാർട്ടി നെയിം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര്, സോൾഡ് ഗുഡ്സ് ടു AM ട്രേഡേഴ്സ്, BN ട്രേഡേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെങ്ങനെ എൻട്രി ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, അമൽ പൈസ തരാനുണ്ട്. നമുക്ക് പൈസ തരാനുള്ള ആളെ ഡെപ്റ്റർ എന്നാണ് പറയുക. ഡെപ്റ്റർ പൈസ കിട്ടാണ്ട് നമ്മൾ കറണ്ട് അസറ്റായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അസറ്റ് അവിടെ കൂടുകയാണ്. എന്താണ്? അമലിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ അമൽ കറണ്ട് അസറ്റാണ്. അമൽ പൈസ തരാനുണ്ട്. അസറ്റ് ഇൻക്രീസ് ആവുകയാണ്. ബൈ അമൽ അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽ ഈസ് ഓൾവേസ് ക്രെഡിറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് സെയിൽസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതേസമയം ചെക്ക് സെയിലാണെങ്കിൽ നമ്മുടെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ചെക്കാണ് കിട്ടുന്നത്. HDFC ബാങ്കിൻ്റെ ചെക്കാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ബാങ്കിലോട്ടാണ് ആ ക്യാഷ് ഇൻക്രീസ് ആവുന്നത്. ബാങ്ക് ബാലൻസ് ആണ് ഇൻക്രീസ് ആവുന്നത്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ് ഇൻക്രീസ് ആവുന്നത്. ബൈ HDFC ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 8000. സെയിൽ ഈസ് ഓൾവേസ് ക്രെഡിറ്റ് അല്ല വരിക. ടു സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റിൽ 8000 കൊടുക്കുക. അപ്പം ചെക്ക് സെയിൽസിൻ്റെ കേസിൽ വരുന്നത് ബൈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്രെഡിറ്റ് ആണെങ്കിൽ പാർട്ടി നെയിം ടു സെയിൽസ് അക്കൗണ്ട്. ചെക്ക് ആണെങ്കിൽ ബാങ്ക് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ എൻട്രി ബൈ ക്യാഷ് ടു സെയിൽസ് എന്ന് പഠിച്ചു വെക്കാം. ക്യാഷിൻ്റെ സ്ഥാനം മാറ്റി കൊടുക്കുക. ചെക്ക് ആണെങ്കിൽ ബാങ്ക് ടു സെയിൽസ്, ക്രെഡിറ്റ് ആണെങ്കിൽ ബൈ പാർട്ടി നെയിം ടു സെയിൽ, ചെക്ക് ആണെങ്കിൽ ബൈ ബാങ്ക് ടു സെയിൽ. ഓക്കെ.